ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. 2026 ജൂലൈ 3 ദുഃഖാന തിരുനാൾ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുവാങ്കുളം സെന്റ് ജോർജ് ഇടവകയിൽ വെച്ച് നാം ഒരു നവോത്ഥാന സമ്മേളനം നടത്തുന്നു. ഇത് അറിയിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനെതിരെ ഏതാനും പേര്, വളരെ ചുരുക്കം പേര്, ഒരു 3-4 പേര് ചില സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഒരു തരം ഹെയ്റ്റ് ക്യാമ്പയിൻ, പകയോടെയുള്ള ദുഷ്പ്രചാരണം. അത് എന്റെ സുഹൃത്തുക്കള് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അതുകൊണ്ടാണ് ഈ വീഡിയോ. ഒരു 3-4 പേര് മാത്രം ഇങ്ങനെ ഒരു ദുഷ്പ്രചാരണം നടത്തുമ്പോൾ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ, എന്തുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നുവെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകും. ദുഷ്ടലാക്കോടെ ഈ ഏതാനും പേർ നടത്തുന്ന ആ തെറ്റായ പ്രചരണം പടർന്നു പിടിക്കാതിരിക്കാൻ, പ്രചരിക്കാതിരിക്കാൻ ഒരു മുൻകരുതലായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നാം എന്തിനാണ് നിലകൊള്ളുന്നത്? നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ കുർബാന നടപ്പിലാക്കാൻ, ആ നടപ്പിലാക്കുന്നതിന് ആക്കം കൂട്ടാൻ, ത്വരിതപ്പെടുത്താൻ, അതിനുവേണ്ടിയല്ലേ നമ്മൾ നിലകൊള്ളുന്നത്. ഏതാണ് ആ കുർബാന? ഏകീകൃത കുർബാന, പൗരസ്ത്യ സുറിയാനി കുർബാന, അതായി മാറി ശിഷ്യന്മാരുടെ കൂദാശക്രമം, നമ്മൾ ദിവസവും അർപ്പിക്കുന്ന കൂദാശക്രമം, പിന്നെ നെസ്റ്റോറിയസിന്റെ അനാഫ്രിയും തിയതോറിന്റെ അനാഫ്രിയും കുറച്ച് ദിവസങ്ങൾ സ്ഥിരമായി നമ്മൾ ചൊല്ലുന്നത് അതായി മാറി ശിഷ്യന്മാരുടെ കുർബാന, കൂദാശക്രമമാണ്. അതിനാണ് നമ്മൾ ഏകീകൃത കുർബാന എന്നൊക്കെ നമ്മൾ പറയുന്നത്, സഭയുടെ കുർബാന. 2026 ജൂലൈ 3 ദുഃഖാന തിരുനാൾ ദിവസം, മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാൾ ദിവസം ഈ കുർബാന സുറിയാനി പാട്ടുകളോടുകൂടി തിരുവാങ്കുളം പള്ളിയിൽ നമ്മൾ നടത്തുകയാണ്. ഇതിൽ പങ്കെടുക്കരുത്. ഏത്? സഭയുടെ കുർബാന, അതും സുറിയാനി പാട്ടുകളോടുകൂടി സഭയുടെ കുർബാന നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തിരുവാങ്കുളം ഇടവകയിലെ ഈ പരിപാടിയില് പങ്കെടുക്കരുത് എന്ന് വിമതരോ മുന്നേറ്റക്കാരോ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അവര് ശീഷ്മക്കാരാണ്. എന്നാൽ സഭയുടെ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവര് അങ്ങനെ പ്രചരിപ്പിച്ചാലോ? സഭയുടെ കുർബാന സുറിയാനി പാട്ടുകളോടുകൂടി, അതും ദുഃഖാന തിരുനാളില്, മാർ തോമസ് ലീഹായുടെ ദുഃഖാന തിരുനാളില് തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കരുത് എന്ന് സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നുവെന്ന് പുറത്തേക്ക് ഭാവിക്കുകയും ഇതിനെതിരെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? അതിനർത്ഥം ഈ 3-4 പേരാണ് ശരിക്കുള്ള യൂദാസുമാര്. വിമത വൈദികരും മുന്നേറ്റക്കാരും ശീഷ്മക്കാരാണ്. സഭയുടെ കൂടെ നിൽക്കുന്നുവെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പ്രചരിപ്പിച്ചിട്ട് സഭയുടെ കുർബാനയ്ക്കെതിരെ നിൽക്കുക ഈ 3-4 പേര്. അപ്പൊ അവരാണ് ശരിക്കുള്ള യൂദാസുമാര്. അവരെ കുറിച്ച് കരുതലോടെ ഇരിക്കണമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ. ആട്ടിൻ തോലിട്ട ചെന്ന എന്ന് ഈശോ സൂചിപ്പിച്ചത്, വിശേഷിപ്പിച്ചത് ഇക്കൂട്ടരെ കുറിച്ചാണ്. പുറത്തേക്ക് അവർ സഭയുടെ കൂടെയാണ്. എന്നാൽ സഭയുടെ കുർബാന, അതും സുറിയാനി പാട്ടുകളോട് കൂടി ചൊല്ലുന്ന കുർബാന, അതിൽ പങ്കെടുക്കരുത് എന്ന് ഇവർ പ്രചരിപ്പിക്കുന്നു. നമ്മുടെ കൂടെയാണ് എന്ന് പറയുകയും നമുക്കെതിരെ, സുറിയാനി കുർബാനയ്ക്കെതിരെ, ദുഃഖാന തിരുനാളിനെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്ന യൂദാസുമാരാണ്. കരുതലോടെ ഇരിക്കുക. കീടങ്ങളാണവര്. പിന്നെ നമ്മൾ ഏകീകൃത കുർബാന എന്ന് പറയുന്നു. സിറോ മലബാർ സഭയ്ക്ക് ഇപ്പോൾ 3 അനാഫ്രകളാണുള്ളത്. തോമാസിയുടെ നേരെ ശിഷ്യനായ കർത്താവ് 70 പേരെ അയച്ചവരിൽ ഒരാളായ, അല്ലെങ്കിൽ 72 പേരെ അയച്ചതിൽ ഒരാളായ അദ്ദായി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ അഗ്ഗായി, അദ്ദേഹത്തിന്റെ ശിഷ്യൻ മാറി. അപ്പൊ അദ്ദായി മാറി സ്ലീഹന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന കൂദാശക്രമം, കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതനമായ കൂദാശക്രമം, 1-ാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചത്. ഇപ്പൊ നമ്മൾ കാണുന്ന അതിന്റെ എല്ലാ രൂപത്തിലും അല്ല, പക്ഷെ അതിന്റെ ന്യൂക്ലിയസ് 1-ാം നൂറ്റാണ്ടില് തോമാസ് ലീഹായിൽ നിന്നും അദ്ദായിൽ നിന്നും നമുക്ക് കിട്ടിയത്. ഇത്രയും പൗരാണികമായ ഒരു ലിറ്റർജി കത്തോലിക്ക സഭയിലില്ല, ക്രിസ്തുധർമ്മത്തിലില്ല. ആ അനാഫ്രയും, നെസ്റ്റോറിയസിന്റെ അനാഫ്രയും, തേതോറിന്റെ അനാഫ്രയും തയ്യാറാക്കിയത് ആരാണ്? തലശ്ശേരി അതിരൂപതയിലെ തോമസ് മണ്ണൂരാംപറമ്പിലച്ചൻ. ആ കുർബാനക്രമത്തിന്റെ വ്യാഖ്യാനവും ചരിത്രവും തയ്യാറാക്കിയത് ആരാണ്? ഈ മണ്ണൂരാംപറമ്പിലച്ചൻ. ആ അച്ഛനെ ആദരിക്കുന്ന സമ്മേളനം നമുക്ക് ഈ കുർബാന കിട്ടിയത് അച്ഛൻ മൂലമാണ്.
ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന കിട്ടിയത് ഈ അച്ഛൻ മൂലമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയല്ല, പക്ഷെ അച്ഛനാണ് അതിന്റെ മെയിൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ കുർബാന അർപ്പിച്ചുകൊണ്ട് കുർബാന ഉദ്ഘാടനം ചെയ്തപ്പോൾ, പുനരുദ്ധരിക്കപ്പെട്ട കുർബാന ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിന്റെ മാസ്റ്റർ ഓഫ് സെറമണി ഉപദേഷ്ടാവായിരുന്ന ആളാണ് മണ്ണൂരം പറമ്പിലച്ഛൻ. ആ അച്ഛനെ ആദരിക്കുന്ന സമ്മേളനം നടത്തരുത് എന്ന് ഈ 3-4 പേര് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ്? ദുഷ്ടലാക്ക് എന്താണ്? ഇത് തിരിച്ചറിയണം. സത്യവിശ്വാസികൾ തിരിച്ചറിയണം. സഭയുടെ കൂടെ നിൽക്കുന്നവർ തിരിച്ചറിയണം. ഈ ഏകീകൃത കുർബാനയുടെ കുർബാന തക്സ തയ്യാറാക്കി റോമിൽ സമർപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത് അത് സമർപ്പിച്ച അച്ഛൻ, ആ അച്ഛനെ ആദരിക്കുന്ന ഒരു സമ്മേളനമാണ് തിരുവാങ്കുളത്ത് നവോത്ഥാന സമ്മേളനം. അത് നടത്തരുത്, അത് പങ്കെടുക്കരുത് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അത് തിരിച്ചറിയാനുള്ള, അതിനകത്ത് ദുഷ്ടലാക്കുണ്ട്, അവരുടെ സ്വാർത്ഥ ലാഭമുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും സീറോ മലബാർ സത്യവിശ്വാസികൾക്കുണ്ട്. തീർന്നില്ല. ഈ കുർബാനയുടെ വ്യാഖ്യാനം, അതൊരു ചരിത്രം, കുർബാനയുടെ ചരിത്രം, അതിന്റെ വ്യാഖ്യാനം, അത് എറണാകുളം അങ്കമാലി അതിരൂപതയില് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് അവിടെ പ്രശ്നം. മറ്റു രൂപതകളിൽ അറിയില്ലെങ്കിലും ഏതായാലും അവര് ഏകീകൃത കുർബാന ചൊല്ലിയിട്ടുണ്ട്. ഈ 3 പുസ്തകങ്ങൾ എല്ലാ സീറോ മലബാർ വിശ്വാസികളുടെ കൈകളിലും വേണം, എല്ലാവരുടെ കൈകളിൽ. ആ വ്യാഖ്യാനവും ചരിത്രവും 3 വോള്യമാര് തയ്യാറാക്കിയത് മണ്ണൂരം പറമ്പിലച്ഛനാ. ആ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് തിരുവാങ്കുളത്ത് വെച്ച് നടക്കുന്നത്. അപ്പൊ ഏകീകൃത കുർബാന സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുകയും ആ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. അതിനെതിരെ ഈ 3-4 പേര് പ്രചരിപ്പിക്കുമ്പോൾ, അതും സഭയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുമ്പോൾ, അവര് ആട്ടിൻ തോലിട്ട ചെന്നായ തന്നെയാണ്. അവരെ കരുതലോടിയിരിക്കുക. അവര് സഭയെ കാർന്ന് തന്നെയാണ് നടക്കുന്ന കീടങ്ങളാണ്. അവർ പുറത്താക്കുക. അവര് സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നവരല്ല, സഭയുടെ കൂടെ നിൽക്കുന്നവരുമല്ല. അതിനാൽ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന, അദ്ദായിമാരുടെ സ്ലീഹന്മാരുടെ കുർബാന, കുദാശക്രമം, അതിന്റെ ചരിത്രവും വ്യാഖ്യാനം പ്രസാദനം ചെയ്യുന്ന ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനത്തിൽ പരമാവധി ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ശീഷ്മക്കാരേക്കാൾ മോശമാണ് ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ഈ 4-5 പേരുടെ നിലപാട്. അവരെ കരുതലോടിയിരിക്കുക. അതായത് അവര് നമ്മളെ നശിപ്പിക്കാൻ നടക്കുന്നവരാണ് സഭയെ. അവരുടെ ദുഷ്പ്രചാരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ അവഗണിക്കുക. അവരിനിയും പ്രചരിപ്പിക്കും. എല്ലാവരും ഈ ദുഃഖാന സമ്മേളനം വിജയിക്കാൻ പ്രാർത്ഥിക്കുക, പങ്കെടുക്കുക, അത് വിജയിപ്പിക്കുക. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറയാം. കഴിഞ്ഞ നവംബർ 8-ാം തീയതി ഞാൻ എറണാകുളത്ത് വരാതിരിക്കാൻ 18 അടവും പയറ്റിയ സെക്രട്ടറിയും പിന്നെ ഗുണ്ടായുസത്തിൽ വിശ്വസിക്കുന്ന മറ്റൊരാളുമാണ് ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനത്തിനെതിരെ ഉള്ള ദുഷ്പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുന്നത്. ഞാൻ ആ സംഘടനയിൽ അംഗമായിരുന്നെങ്കിൽ നവംബർ 8-ന് തന്നെ ആ സെക്രട്ടറിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു. അത്രമാത്രം സഭാവിരുദ്ധവും സംഘടനാ വിരുദ്ധവുമായ പ്രവർത്തനങ്ങളാണ് സെക്രട്ടറി ആയിരുന്നു കൊണ്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ ഇപ്പോഴും ആ സംഘടന സെക്രട്ടറി ആയിരിക്കുന്നത് എനിക്ക് അത്ഭുതമാണ്. അതുപോലെ തന്നെ ഗുണ്ടായുസത്തിന് സംഘടന പണം കൊടുക്കണമെന്ന് വാദിക്കുന്ന മറ്റൊരാള്, ഗുണ്ടായുസത്തിനെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഇവർ 2 പേരും ചെയ്യണേ. പിന്നെ അവരെ കൂടെയുള്ള 2-3 പേരും. തീർച്ചയായിട്ടും ഈ സംഘടനയുടെ ആഭ്യന്തര കാര്യമാണ് ഞാൻ പറഞ്ഞത്. പുറത്താക്കണോ പുറത്താക്കണ്ടേ, ആ സെക്രട്ടറി തന്നെ ചുമക്കണോ, അതൊക്കെ അവർ തീരുമാനിക്കേണ്ടതാണ്. ഈ ഗുണ്ടായുസത്തിന് ചുക്കാൻ പിടിക്കുന്ന ആളെ കൊണ്ട് നടക്കണോ, അതൊക്കെ ആ സംഘടന തീരുമാനിക്കട്ടെ. അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അവര് തിരുവാങ്കുളത്ത് നടക്കുന്ന ദുഃഖാന തിരുനാളിനും നവോത്ഥാന സമ്മേളനത്തിനും എതിരെ നിൽക്കുമ്പോൾ, എന്നിട്ട് അത് ഞങ്ങൾ സഭയ്ക്ക് വേണ്ടി നിലപാടാണ്, ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് അവർക്ക് എങ്ങനെ അവകാശപ്പെടാൻ പറ്റും? വ്യക്തിവൈരാഗ്യമാണ് അവരുടെ നിലപാട്, അത് ക്രൈസ്തവ നിലപാടല്ല. ഞാൻ ഈ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് വീട് ചെന്ന് ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഹോള് പോലും ബുക്ക് ചെയ്തത്. ഞാൻ ചരിത്രമൊക്കെ സംഘടനക്കാരോടും ഗ്രൂപ്പിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ചരിത്രവും വിളിച്ചു പറയാനായിട്ട് ഈ സെക്രട്ടറിയും ഈ ഗുണ്ടാ നേതാവും എന്നെ നിർബന്ധിക്കരുത്. സകല ചരിത്രം എനിക്കറിയാം. നിങ്ങളെ മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒഴിഞ്ഞു പോകുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സംഘടന അവരെ പുറത്താക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കർത്താവിനെതിരെ, സഭയ്ക്കെതിരെ നിൽക്കുന്നവരായിട്ട് മാറും.
പിന്നെ മാണിപ്പറമ്പലച്ചന്റെ ഡീല്, തരികിട, ഒത്തുതീർപ്പ്, ഇങ്ങനെയുള്ള ഈ വാക്കുകൾ അതൊക്കെ നിങ്ങളുടെ തനി സ്വഭാവമാണ്. 1983 എനിക്കന്ന് 19 വയസ്സാണ്. ചമാച്ചനായിരിക്കുമ്പോൾ ഈ കുർബാന തക്സ എല്ലാ മെത്രന്മാർക്ക് അയച്ചു കൊടുക്കുന്ന കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ, വടവാദ സെമിനാരിൽ. പിന്നെ 89 പട്ടം കിട്ടുന്നത്. 86 മാർപ്പാപ്പോ കുർബാന ഉദ്ഘാടനം ചെയ്തു. 89 30 കോപ്പിയാണ് ആ തക്സയുടെ ഒറിജിനൽ തക്സ. ഇപ്പോഴും എന്റെ കയ്യിലുണ്ട കോപ്പികൾ. കുറച്ചെണ്ണൊക്കെ ഞാൻ ചില ആളുകൾ കൊടുത്തു. എന്തായാലും 10-20 കോപ്പി എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇരുന്ന ആദ്യത്തെ പള്ളിയിൽ, കൊച്ചത്തനായിട്ടിരുന്ന പള്ളിയിൽ 30 കുടുംബ യൂണിറ്റുകളാണ്. ഈ 30 കുടുംബ യൂണിറ്റുകളിലും ഈ തക്സ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുതന്നെ ഞാൻ 30 കോപ്പി വാങ്ങിച്ചത്. ഏത് മാർപ്പാപ്പ ഉദ്ഘാടനം ചെയ്ത തക്സ 1989 പട്ടം കിട്ടിയ വർഷം. 89 ഡിസംബറിലേക്ക് പട്ടം കിട്ടിയത്. 90 ഞാൻ ആ പള്ളിയിലെ എല്ലാ 30 കുടുംബ യൂണിറ്റിലും അത് കൊണ്ടുപോയി പരിചയപ്പെടുത്തി. എനിക്കന്ന് 26 വയസ്സായിട്ടില്ല. ഇപ്പൊ എനിക്ക് 64 വയസ്സ്. അപ്പൊ 19 വയസ്സ് തൊട്ട് ഞാൻ ഈ കുർബാനയ്ക്ക് വേണ്ടി നിലനിന്നതാണ്. അങ്ങനെ നിലകൊണ്ടതിന്റെ പേരിൽ എനിക്ക് കിട്ടേണ്ടിയിരുന്ന പദവികളോ സ്ഥാനമാനങ്ങളോ ഒക്കെ അതൊക്കെ നഷ്ടപ്പെടുത്തിയവനാണ്. ആ നഷ്ടപ്പെടുത്തിയതിൽ ആനന്ദം കൊള്ളുന്നവനാണ്. നിങ്ങളെ കാണിക്കുന്ന പോലെ ചില കോംപ്രമൈസുകളോ ചില സ്തുതിവചനങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യാൻ എനിക്കും പറ്റുമായിരിക്കാം. പക്ഷെ അത് കൊള്ളില്ല. അത് കർത്താവിന്റെ രീതിയല്ല. അതുകൊണ്ട് അതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതുകയാണ്. എന്നിട്ടാണ് മാണിപ്പറമ്പലച്ചൻ തരികട കളിക്കുന്നു, ഒത്തുതീർപ്പിന് പോയിരിക്കുന്നു, ഡീലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം. എന്തിനാ നിങ്ങൾ പാവം പിഴക്കണേ? ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന സഭയ്ക്കുണ്ടാകുന്ന നഷ്ടങ്ങള് അത് കർത്താവിന്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പൊ തന്നെ കണക്ക് കൊടുക്കേണ്ടി വരില്ലേ? മരിച്ചതിന് ശേഷമല്ല. അതുകൊണ്ട് കാല് പിടിച്ചും തരികട കളിച്ചും ഡീലുണ്ടാക്കിയും മാണിപ്പറമ്പലച്ചൻ എന്ന് പറയുന്നവര് അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കുന്നല്ലാതെ മറ്റാരും വിശ്വസിക്കില്ല. മാണിപ്പറമ്പലച്ചൻ അറിയുന്ന ഒരാളും വിശ്വസിക്കില്ല. 19-ാമത്തെ വയസ്സ് തൊട്ട് 64-ാമത്തെ വയസ്സ് വരെ ഒറ്റ നിലപാടെടുത്ത ഒരാളുണ്ടെങ്കിൽ ആ മാണിപ്പറമ്പലച്ചൻ നിലപാട് അന്നും ഇന്നൊക്കെ ഒന്ന് തന്നെയാണ്. അതിനുവേണ്ടി ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചവനാണ്. അതൊന്നും ഒരു നഷ്ടം വരെ ഞാൻ കണ്ടിട്ടില്ല. കർത്താവിനെ പ്രതിയുള്ള നേട്ടമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരുടെ തനി സ്വഭാവമാണ് ഈ പറഞ്ഞ ആ വാക്കുകൾ പോലെ അങ്ങനെയാണ്. തരികട ഇല്ലേ, കാലുപിടിക്കല്, ഡീല്, ഇതൊക്കെ ഈ പറഞ്ഞ 3-4 പേരുടെ തനി സ്വഭാവമാണ്. നിങ്ങൾ അവരുടെ ആ കെണിയിൽ വീഴാതിരിക്കുക. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോ പറയുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസി കൂട്ടായ്മയും തിരുവാങ്കുളം ഇടവകയും അവിടുത്തെ വികാരിച്ചനും കൈക്കാരന്മാരും കൺവീനറും അവിടെ ഒരു സ്വാഗത സംഘമുണ്ട്. അവരും ആളൂരിലെ ബിബ്ലി അക്കാദമി, അതായത് മാണിപ്പറമ്പലച്ചന്റെ സ്ഥാപനമാണ്. ഇത് 3 ചേർന്നിട്ടാണ് സംയുക്തമായിട്ടാണ് ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയും. വിശ്വാസി കൂട്ടായ്മയുടെ ക്യാപ്റ്റൻ സാറും പിന്നെ ജൂലിയും ഒക്കെ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അതിനാൽ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്നും വിജയിപ്പിക്കണമെന്നും ഇതിന്റെ വിജയത്തിന് പ്രാർത്ഥിക്കണമെന്നും, അങ്ങനെ ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനം ശരിക്കും സഭാ ചരിത്രത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നിർണായക സമ്മേളനമായി രൂപാന്തരപ്പെടും. അങ്ങനെ അതിന്റെ ഭാഗമാകാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. ഈ 3 പ്രസ്ഥാനങ്ങളിൽ ഇല്ലാത്തവര് ഇതിനെതിരെ പക നിറഞ്ഞ പ്രചരണങ്ങള് ഇനിയും അഴിച്ചുവിടും. അതിനെ തികഞ്ഞ അവജ്ഞയോടെ അവഗണിക്കുക. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ സഭ തേജസ്സോടെ ഉയർന്നു നിൽക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ചരിത്ര സമ്മേളനമായി ഈ ദുഃഖാന നവോത്ഥാന സമ്മേളനത്തെ തിരുവാങ്കുളം ഇടവകക്കാരും ഈ പറഞ്ഞ വിശ്വാസി കൂട്ടായ്മയും ആളൊരു ബിബ്ലി അക്കാദമിയും ചേർന്ന് വിജയിപ്പിക്കട്ടെ. അതിനിടെ എല്ലാവരും സഹകരിക്കാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.